ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പില്ല അതൊക്കെ കുറയാൻ പറ്റിയ അടിപൊളി ടിപ്സും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ണിനടിയിലെ കറുപ്പ് മാത്രമല്ല, കണ്ണിനടിയിലെ ചുളിവുകൾ ഇങ്ങനെ കണ്ണിങ്ങനെ വീർത്തിരിക്കില്ലേ, അതൊക്കെ മാറി കിട്ടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ നാച്ചുറലായ ടിപ്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പറാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ കണ്ണിയുടെ കറുപ്പൊക്കെ മാറി കിട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തതിൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ തരുന്നത്. ഒന്ന് ചെയ്ത് കാണിക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞു തരാം, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്നൊക്കെ. അപ്പം ഇതിന് മെയിനായിട്ട് വേണ്ടത് എന്താ പറയുക, നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ വീട്ടിലൊക്കെ കാപ്പിയും ചായ എല്ലാം കുടിക്കുന്ന ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ നമുക്ക് എടുത്തേക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ കൂടെ തന്നെ ഈ വീട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നല്ല ഒറിജിനൽ തേനാണ് കേട്ടോ. സൂപ്പറാണ്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസം കണ്ടിന്യൂസ് ഉപയോഗിച്ച് നോക്കുക, കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറേ അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക, പിന്നെ തേൻ ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ക്രീം പോലെ കിട്ടുമല്ലോ, അതെടുത്ത് നമ്മുടെ കണ്ണിൻ്റെ സൈഡിൽ അങ്ങ് തേച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നല്ല മസാജ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് കഴുകി നോക്കൂ, നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ. കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പൊക്കെ പോകാൻ അടിപൊളി ഒരു ഈസി ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. എല്ലാം ചെയ്ത് നോക്കാം. പിന്നെ ഇത് നമുക്ക് മുഖത്തും തേക്കാവുന്നതാണ് കേട്ടോ. മുഖത്തുള്ള പാടുകളും കലകളും കുത്തുകളൊക്കെ പോകാൻ ഈ കോഫി പൗഡറും തേനും അടിപൊളിയാണ്. പക്ഷേ തേൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒറിജിനൽ തേനാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഒറിജിനൽ തേൻ തേക്കുമ്പോഴാണ് നല്ലൊരു ഗുണം തന്നെ നമ്മുടെ മുഖത്തായാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ മുടിയിലൊന്നും വരാതെയൊക്കെ നോക്കുക. ചില ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ മുടിയിലൊക്കെ തേൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ല തേൻ ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ മുടി നരയ്ക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു ടിപ്പ് അടിപൊളിയാണ്, കണ്ണിൻ്റെ കറുപ്പ് പോകാനും മുഖം നല്ല സൗന്ദര്യം ഉണ്ടാക്കാനും അടിപൊളിയാണ്. നമുക്ക് കണ്ണിൻ്റെ സൈഡിൽ മാത്രം നമുക്ക് മുഖത്തൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ടിപ്പല്ലേ. പിന്നെ രണ്ടാമത്തെ കുറേ ടിപ്സ് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ്. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടായിരുന്നു കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് പോകാൻ അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കോഫി പൗഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം കോഫി പൗഡറിൻ്റെ ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് ഈസി ടിപ്പ് തന്നെയാണ്. കോഫി പൗഡറിനെ പോലെ മിക്സ് ചെയ്ത് തേച്ച് അങ്ങനെ ഒന്നും നോക്കണ്ട. അതിനേക്കാളും ഈസി ടിപ്പാണ് ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയിൽ കഴുകി തൊലിയോടെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. തൊലി ഇങ്ങനെ നല്ല വൃത്തി കഴുകിയിട്ട് തൊലി കളയാണ്ട് തന്നെ എന്നെ മുറിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു ദിവസം ഇതേപോലെ തന്നെ തൊലിയോടെ അങ്ങ് എടുത്ത് എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ തോന്നിയിട്ട് അതിന് ശേഷം ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് തൊലി കളയാൻ താല്പര്യമില്ലെങ്കിൽ നല്ല വൃത്തി കഴുകി അങ്ങ് എടുത്താൽ മതി. എന്നിട്ട് ഉരുളക്കിഴങ്ങ് നല്ല വൃത്തി കഴുകിയിട്ട് നൈസായിട്ട് ചെത്തിയെടുക്കുക കേട്ടോ, വട്ടത്തിൽ ചെത്തിയെടുക്കുക. എന്നിട്ട് നമ്മളെന്തെങ്കിലും പാട്ട് കേൾക്കുകയോ ചുമ്മാ നമ്മളിങ്ങനെ എന്താ പറയുക, കസാല ചുമ്മാ ഇരിക്കുമല്ലോ എന്നേ. നമ്മളിപ്പോൾ വീട്ടുപണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ വെച്ച് നേരെ ഒന്ന് റിലാക്സ് ചെയ്യില്ലേ. നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയം എന്നതാ ഫോണിൽ നോക്കുന്നതല്ലേ. ഫോൺ ഇച്ചിരി മാറ്റി വെച്ചിട്ട് നമ്മുടെ കസാലിൽ ചുമ്മാ അങ്ങ് ഇരുന്നിട്ട് ആ ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ അരിഞ്ഞതില്ലേ ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. പറയാൻ മറന്നു, ഇച്ചിരി നേരം ഒരു 2-3 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴല്ലോ ആ ഉരുളക്കിഴങ്ങ് നല്ല തണുപ്പുണ്ടാവേ. ആ തണുപ്പോട് തന്നെ, ചെറിയ തണുപ്പോട് തന്നെ കണ്ണിൻ്റെ ഇവിടെ നിന്ന് വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി നേരം ഒന്ന് റിലാക്സ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പകലും ചെയ്യുന്നത് നല്ലതാണ്, രാത്രിയും ചെയ്യുന്നത് നല്ലതാണ്. പകലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നല്ല ചൂടല്ലേ, ചൂടത്തൊക്കെ ചെറിയ തണുപ്പൊക്കെ വരും, നമുക്ക് കണ്ണിനൊക്കെ നല്ല റിലാക്സേഷനാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഉണ്ട്, ഭയങ്കര ചൂടാട്ടോ, ഇങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം ഈ തിണ്ണയിലിരിക്കുമ്പോൾ വെയിലടിക്കുന്നുണ്ട്, കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിമ്മി പോകുന്നുണ്ട്. അപ്പോൾ കണ്ണൊക്കെ കണ്ടോ എന്താണ്ട് പോലെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉരുളക്കിഴങ്ങിന് വട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിലങ്ങ് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് 2-3 തവണയൊക്കെ നമുക്ക് ദിവസം ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഒരു കണ്ണിന് റിലാക്സേഷൻ ആവും, കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയും. അടിപൊളി ടിപ്പാണ്. പിന്നെ വേറെ സാധനമാണ്
കുക്കുംബർ ഇതുപോലെ വട്ടത്തി അരിഞ്ഞിട്ട് ഇതേപോലെ ഫ്രിഡ്ജിനകത്ത് വെക്കുക. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച കുക്കുംബർ എടുത്താലും കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല. ഞാനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് വെക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം കുക്കുംബർ ഇതേപോലെ വട്ടത്തെ അരിഞ്ഞിട്ട് നമ്മൾ കണ്ണിൻ്റെ ചുറ്റിലങ്ങ് വെക്കുവാണ് കണ്ണിൻ്റെ കറുപ്പൊക്കെ ടെപ്പേന്ന് മാറിക്കിട്ടുള്ളൂ. അടിപൊളി ടിപ്പാണ്. എൻ്റെ ഒരു കസിൻ ഇതേപോലെ കണ്ണിന് ചുറ്റിനും കറുപ്പ്, അവളൊരു നേഴ്സാണ് കേട്ടോ. കണ്ണിന് ചുറ്റിനും കറുപ്പായിട്ട് അവൾക്ക് ഞാൻ പണ്ട് പറഞ്ഞു കൊടുത്തതായിരുന്നു. എന്നിട്ട് അവളത് ചെയ്തിട്ട് അവളുടെ കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറി അവൾ എന്നോട് താങ്ക്സും കൂടെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അടിപൊളി ടിപ്പാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുക്കുംബറെങ്കിലും നിങ്ങൾക്ക് കണ്ണിന് ചുറ്റി വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ക്രീം ഒന്ന് പരിചയപ്പെടുത്തി തരാം. അത് ഞാൻ വൈറലായൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എനിക്ക് കണ്ടിട്ട് തോന്നി അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ 2-3 കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്കൊക്കെ സൂപ്പറാണ്, കണ്ണിൻ്റെ കറുപ്പൊക്കെ ചെറുതായിട്ട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊരു അടിപൊളി പാക്ക് തന്നെയാണെന്ന് അത് നിങ്ങൾക്കൊന്ന് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക. എല്ലായിടത്തും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ കേട്ടോ. എന്താണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നത്? നമുക്ക് സാധാരണ കോഫി പൗഡർ എടുത്തൂടെ എന്ന് വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ. സാധാരണ കോഫി പൗഡർ എടുക്കുമ്പോണ്ടല്ലോ നമുക്ക് എന്താ പറയുക, നമ്മൾ തേച്ച് മാത്രം, നമ്മൾ എന്ത് പാക്കാണെങ്കിലും തേച്ച് കൊടുത്താൽ പോരാ. നമ്മൾ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്യണം. നമ്മുടെ കണ്ണിനൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതായത് കറുപ്പൊക്കെ കുറയാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുമ്പോൾ അത് നല്ല നൈസ് പൊടിയാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ തേൻ ചേർക്കുവാണെങ്കിൽ നല്ല നൈസായിട്ട് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ കണ്ണിൽ തേക്കുന്നതുകൊണ്ട് ഒരു പോറലും ഒന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണത്. അപ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു പാത്രത്തിൽ എടുക്കുക. അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അലോവര, അതായത് കറ്റാർവാഴയില്ലേ. നമുക്ക് കടകളിൽ മേടിക്കുന്ന കറ്റാർവാഴ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള കറ്റാർവാഴ എടുക്കാം. പക്ഷേ വീട്ടിലുള്ള കറ്റാർവാഴ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസം നമുക്കത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ, തെറ്റിപ്പോയി പറഞ്ഞത്. സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുക, കടകളിൽ മേടിക്കുന്ന ആ കറ്റാർവാഴ തന്നെ എടുക്കുക കേട്ടോ. എൻ്റെ കറ്റാർവാഴ ജെല്ല് തീർന്നു. ഞാൻ എടുത്ത കമ്പനി ഇതാണ്. ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇഷ്ടമുള്ള കമ്പനി ഇതാണ് കേട്ടോ. എൻ്റെ കറ്റാർവാഴ ജെല്ല് തീർന്നു. ഇന്ന് ചേട്ടൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ പറ്റിക്കൂ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ഇതുപോലെയുള്ള എന്താ പറയുക, ഒരു ഡെപ്പിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിലൊക്കെ ഇതുപോലത്തുള്ള കറ്റാർവാഴ ജെല്ല് തന്നെ എടുക്കുക കേട്ടോ. അല്ലാതെ നമുക്ക് ഇവിടെ സാധാരണ കറ്റാർവാഴ ജെല്ല് അതൊക്കെ എടുക്കുവാണെങ്കിൽ അധിക നേരമൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തു. പിന്നെ നമ്മൾ കറ്റാർവാഴ ജെല്ല് എടുത്തു. 1 സ്പൂണ് കറ്റാർവാഴ ജെല്ല് അതിലേക്ക്. 1 സ്പൂൺ വേണ്ട, കാരണം നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നു അതനുസരിച്ച് കറ്റാർവാഴ ജെല്ല് എടുത്താൽ മതി കേട്ടോ. അതിലേക്കൊന്ന് 1/2 സ്പൂണ് കറ്റാർവാഴ ജെല്ല് അതിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ള് മഞ്ഞളാട്ടോ. അതായത് നമ്മൾ തന്നെ ഉണക്കി പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾ തന്നെ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നല്ല വിശ്വസ്തയോടെ തന്നെ മേടിച്ച് മഞ്ഞൾ എടുക്കുക കേട്ടോ. അതായത് നമുക്ക് അറിയാമല്ലോ അവിടെ മഞ്ഞൾപ്പൊടി ഉണ്ട്, നല്ലതാണ് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു വിശ്വസ്തയോടെ എടുക്കുന്ന മാത്രം മഞ്ഞൾപ്പൊടി എടുക്കുക. പിന്നെ വേണ്ടതാണ് വൈറ്റമിൻ ഇ ഗുളിക കേട്ടോ. ഒരു വൈറ്റമിൻ ഇ ഗുളികയും കൂടെ അതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് ബദാം ഓയിലാട്ടോ. ബദാം ഓയിൽ നമ്മുടെ കണ്ണിലെ ചുളിവുകൾ മാറാനും കറുപ്പ് മാറാനൊക്കെ അടിപൊളി സാധനമാണ് ബദാം ഓയിലൊക്കെ. അപ്പം ഇത് നല്ലവണ്ണം ഈ 5 സംഭവങ്ങളും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അതുകൊണ്ട് പറയാം, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, കറ്റാർവാഴ ജെല്ല്, വൈറ്റമിൻ ഇ ഗുളിക, ബദാം ഓയിൽ, മഞ്ഞൾപ്പൊടി, ഈ 5 സംഭവം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രീം പോലെ കിട്ടും, നല്ല ക്രീമായിട്ട് കിട്ടും. അത് നമുക്ക് ദിവസം നമുക്കൊന്ന് തേച്ച് കൊടുത്ത് നല്ല വൃത്തി മസാജ് ചെയ്തിട്ട് 10-15 മിനിറ്റൊക്കെ കണ്ണിൻ്റെ ചുരുട്ടി അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് കഴുകി കളയുവാണെങ്കിൽ നല്ല കിട്ടില്ല റിസൾട്ട് തന്നെ കിട്ടും. എന്താ പറയുക, നമ്മുടെ കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറാനും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കുക. ഇത് 5 സൂത്രങ്ങളുണ്ട്. അപ്പം പിന്നെ ബദാം ഓയിൽ മേടിക്കാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് മേടിച്ച് വെച്ചോളൂ കേട്ടോ. നമ്മുടെ ചുളിവുകളൊക്കെ കുറയാനും ഡ്രൈനെസ്സൊക്കെ മാറാനൊക്കെ അടിപൊളി സാധനമാണ് ബദാം ഓയിൽ. പിന്നെ ഒലിവ് ഓയിൽ ഉണ്ടല്ലോ, ഒലിവ് ഓയിൽ ഈ ഒത്തിരി ഡ്രൈനെസ്, അത് നമ്മുടെ കൈയും കാലും ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒലിവ് ഓയിൽ നല്ല സൂപ്പറാട്ടോ. ഒലിവ് ഓയിലും ബദാം ഓയിലും തുല്യ അളവിലെടുത്ത് വേണമെങ്കിലും നമുക്കത് മിക്സ് ചെയ്ത് മുഖത്തും കാലിലും കയ്യിലൊക്കെ തേച്ച് കൊടുക്കാണ്. വരണ്ട ചർമ്മക്കാർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ബദാം ഓയിൽ തന്നെയാണെങ്കിൽ നല്ലതാണ്, ഒലിവ് ഓയിലും തന്നെയാണെങ്കിൽ നല്ലതാണ്. കിടക്കാൻ നേരത്ത് കുറച്ച്
ബദാം ഓയിലൊക്കെ എടുത്ത് മുഖത്തൊക്കെ തേച്ച് മസാജ് ചെയ്ത് കിടക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുഖമൊക്കെ എന്താ പറയുക കവിള് തുടുക്കാനൊക്കെ അടിപൊളി സാധനമായിട്ട് ബദാം ഓയിൽ. പിന്നെ പാടുകൾ, മുഖക്കുരു വന്ന പാടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ്. പക്ഷേ മുഖക്കുരുള്ള ഈ എണ്ണമയുള്ള ചർമ്മക്കാർക്കല്ല പറയുന്നത്, അതായത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഞാൻ പറയുന്നത്. എനിക്കൊന്നും പറ്റില്ല കേട്ടോ. എനിക്ക് തേച്ച് ഞാൻ അപ്പം തന്നെ മുഖക്കുരുവൊക്കെ വരും. മുഖത്ത് പറ്റില്ല, പക്ഷെ കയ്യിലും കാലിലൊക്കെ തേക്കാനൊക്കെ അടിപൊളിയ സാധനമാണ് കേട്ടോ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു, അന്ന് വെച്ചാൽ മിനിങ്ങാന്ന് പറഞ്ഞില്ലായിരുന്നോ, എന്താണ് അതിൻ്റെ പേര്, ആവണക്കെണ്ണ നല്ല അടിപൊളിയാണ്. ഒരു 2-3 തുള്ളി ആവണക്കെണ്ണ വളരെ നല്ല വൃത്തി മസാജ് ചെയ്തിട്ട് അങ്ങ് കാലിലൊക്കെ തേച്ച് കിടക്കുവാണെങ്കിൽ ഭയങ്കര ഡ്രൈനെസ്, അതായത് എന്ത് തേച്ചിട്ടും ഡ്രൈനെസ് മാറാത്തവർക്ക് ഈ ആവണക്കെണ്ണ അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് അത് മാത്രം എടുത്തിട്ട് കാലും കയ്യിലൊന്ന് തേച്ചിട്ട് അങ്ങ് കിടന്നാൽ മതി. അപ്പോൾ നല്ല ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇല്ലാത്തവർക്ക് അതുകൊണ്ട് ഉപയോഗിക്കും. ഇത് വരണ്ട ചർമ്മക്കാരൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇത് ഈ എന്താ പറയുക ബദാം ഓയിലിൻ്റെയും ഒലിവ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വരണ്ട ചർമ്മക്കാരുടെ കാര്യം എടുത്തിട്ടത്. അപ്പം കണ്ണിനടിയിൽ കറുപ്പ് പോകാൻ, അതാണ് നമ്മുടെ വിഷയം. കണ്ണിനടിയിൽ കറുപ്പ് പോകാൻ അടിപൊളി ടിപ്സാണ് കേട്ടോ ഈ പറഞ്ഞതൊക്കെ. ഈ ബദാം ഓയിലാണെങ്കിലും ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി 2-3 തുള്ളി എടുത്ത് കണ്ണിൻ്റെ സൈഡിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ്. കണ്ണിൻ്റെ അകത്ത് പോകാതെ നോക്കണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് ടിപ്സ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ടല്ലോ, അലോവേറ ആൻഡ് കുക്കുംബർ ജെല്ല് രണ്ടും കൂടി മിക്സ് ചെയ്ത ജെല്ലാണ് ഇത്. നമുക്ക് ഇപ്പോൾ ഇതെല്ലാം തേക്കാൻ മടി, ഇപ്പോൾ എല്ലാവർക്കും മടിയാന്നേ, എടുത്ത് വെക്കുക തേക്കാൻ മടി. എല്ലാവരും കാണും പക്ഷെ ഒന്നും തേക്കില്ല, ആരും ഉപയോഗിച്ച് നോക്കില്ല. അപ്പം എനിക്ക് മടിയില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം പ്രയോഗിക്കും കേട്ടോ. പിന്നെ നമുക്കൊന്നും അലർജി ഒന്നും വരാൻ പോകണില്ലല്ലോന്നേ, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മറ്റുള്ള ക്രീം ഐറ്റംസിനൊക്കെ എത്രയോ ഭേദമാണ് ഈ നാച്ചുറൽ ടിപ്സുകൾ. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ എന്നും പറയണ പോലെ തന്നെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, എന്നെങ്കിൽ കണ്ണിന് കറുപ്പൊക്കെ കുറയത്തുള്ളൂ. പിന്നെ അധികം നേരം ഫോൺ ആരും കാണണ്ട, ചുമ്മാ പറഞ്ഞ കേട്ടോ. ഈ പറഞ്ഞ ഞാൻ ഫോണിൽ തന്നെയാണ്. അപ്പം ഇതുണ്ടല്ലോ, അലോവേറ ആൻഡ് കുക്കുംബർ ജെല്ല്, ഇത് നമ്മുടെ കണ്ണിൻ്റെ കറുപ്പൊക്കെ കണ്ണിന് ചുറ്റുള്ള കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. ഞാൻ ചേട്ടയുടെ ഒന്ന് അലോവേറ ജെല്ലൊന്ന് മേടിച്ചത്, നമ്മൾ ചേട്ടൻ എനിക്ക് രണ്ടും കൂടി മിക്സ് ചെയ്താണ് മേടിച്ചത്. ആദ്യമൊക്കെ ഞാൻ ചേട്ടൻ ദേഷ്യപ്പെട്ടു, ഞാൻ പറഞ്ഞ സാധനം മേടിച്ചതില്ല, ഞാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും മേടിച്ചിട്ട് വരുന്നൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നേ. പക്ഷേ ഈ സാധനം തേച്ചപ്പോൾ എനിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ മറ്റു സംഭവങ്ങളൊന്നും തേക്കാൻ, കോഫി പൗഡറിൻ്റെ തേക്കാനൊക്കെ മടിയാണ്, എല്ലാം ദിവസം നമുക്ക് തേക്കണ്ടേ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഈ സാധനം മേടിച്ച് വെച്ചോളൂ. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. തേക്കുമ്പോൾ തന്നെ നല്ല കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിത് മുഖത്തൊക്കെ തേക്കാറുണ്ട് രാത്രിയിൽ. ഞാൻ ഇതാട്ടോ തേക്കാറ്, വേറെ ഒരു ക്രീം ഐറ്റംസ് നമ്മൾ തേക്കാറില്ല കേട്ടോ. പിന്നെ സൺസ്ക്ലോഷൻ, എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ കൂടുതൽ അതാണ് പറയാറ്. സൺസ്ക്ലോഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ മുഖം ഡാമേജ് ആയി പിന്നെ ഇതൊക്കെ തേച്ചിട്ടുള്ള കാര്യമുണ്ടോ? അപ്പോൾ സൺസ്ക്ലോഷൻ തേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ അലോവേറ ജെല്ലും കുക്കുംബർ ജെല്ലും മിക്സ് ചെയ്തത് അടിപൊളി സാധനം കേട്ടോ. കുക്കുംബറിൻ്റെ ജ്യൂസ് ദിവസം തേക്കാൻ മടിയുള്ളവർക്ക് കുക്കുംബറിൻ്റെ ജെല്ല് നമുക്ക് കടകളിൽ കിട്ടാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ കിട്ടും, ഡെപ്പിൽ കിട്ടും. അപ്പം ഈ അലോവേറ ജെല്ല് ഉള്ള പോലെ തന്നെയാണ് കേട്ടോ. കുക്കുംബർ ജെല്ല് ഒരു വൈറ്റ് കളറും അലോവേറ ജെല്ല് ഒരു എന്താ പറയുക ഒരു പച്ച കളറാണല്ലോ. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തപ്പോൾ ഏകദേശം ഒരു പച്ച കളർ തന്നെയാണ്. എന്താ ഒരു ഇളം പച്ച കളറാണ്, തീർന്നു പോയിട്ടോ. ഒരു പച്ച കളർ തന്നെയായിരുന്നു. അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ കറുപ്പൊക്കെ പോകാൻ സൂപ്പറാണ്. അപ്പം അതൊക്കെ തേക്കാനൊക്കെ മടിയുള്ളവർ ഇന്നത്തെ സംഭവം ഒന്ന് മേടിച്ച് വെച്ചോളൂ കേട്ടോ. ഇതാണെങ്കിലും വലിയ കുഴപ്പമില്ല, വലിയ അധികം ഒന്നും കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.